ചുരുക്കത്തിൽ ആരോപണം അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് സംഭവിച്ച ഒരു പ്രസ്താവനയല്ല, മറിച്ച് ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് പറഞ്ഞത്. ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാനില്ല എന്നതാണ് NK പ്രേമചന്ദ്രന്റെ നിലപാട്. ഇനി പോകുന്നത് കോൺഗ്രസിലേക്കാണ്. KPCC പ്രസിഡന്റിനെതിരെ തുറന്നടിച്ച് ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി. ഓർത്തഡോക്സ് സഭയുടെ വോട്ട് വേണ്ടെങ്കിൽ അത് കോൺഗ്രസ് തുറന്നു പറയണം. കഴിവുള്ള നേതാക്കൾ നേതൃത്വത്തിൽ വരണമെന്നത് പൗരന്മാരുടെ സ്വപ്നമാണ്. അവരെ മതത്തിന്റെ പേരിൽ തടയുന്നത് സങ്കടകരമെന്നും ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമായി പറഞ്ഞു. സാമുദായിക സമവാക്യങ്ങളിലൂടെ കസേര കിട്ടിയവരുടെ മറുപടി ഇവിടെ പ്രസക്തമല്ലെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പരാമർശത്തിനുള്ള മറുപടി. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ കാലാവസ്ഥ അനുകൂലമെന്ന് കണക്ക് കൂട്ടുന്നവർ ഇത് മേഘവിസ്ഫോടനങ്ങളുടെ കാലമാണെന്ന് മറക്കരുത്. ഈ പരാമർശത്തിലുണ്ട്, അതായത് അതൊരു ഭീഷണിയാണ്. തങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ അത് കൃത്യമായി തങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിന് തിരിച്ചടി ഉണ്ടാകും എന്ന് സഭ പറയുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ഭീഷണി തന്നെയല്ലേ? ശ്രീജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തിരിക്കെ വിവിധ സമുദായ സംഘടനകളെ ഒരുമിച്ച് അല്ലെങ്കിൽ UDF-ലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നേതൃത്വം കിണഞ്ഞ് പരിശ്രമിക്കുന്ന സമയമാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് പല സംഘടനകളും വിട്ടുപോകുന്ന അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. SNDP യോഗം അകന്നു നിൽക്കുന്നു. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു നിലപാടിൽ NSS LDF-മായി അടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മറിച്ചൊരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു നേതൃത്വം, NSS നേതൃത്വം പോലും അത്തരമൊരു കാര്യം പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഈ ഓർത്തഡോക്സ് സഭയുടെ നിലപാടും വളരെ പ്രസക്തമാകുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ തന്നെ, അല്ലെങ്കിൽ അതിനു മുൻപ് AK ആന്റണിയുടെ കാലം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തുടക്കകാലം മുതൽ ക്രൈസ്തവ സമൂഹം കോൺഗ്രസുമായി അടുത്തു നിന്നതാണ്. വളരെ കാലം ഓർത്തഡോക്സ് സഭ പല കാലങ്ങളിലായി UDF-നെ സഹായിച്ചിട്ടുണ്ട്, കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സഭയാണ് ഇപ്പോൾ രണ്ട് യുവാക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. മാത്രമല്ല, ഇതിൽ അബിൻ വർക്കിയുടെയും അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ്റെയും കാര്യമാണ് പറഞ്ഞു തുടങ്ങിയെങ്കിലും ഏറ്റവും ഒടുവിൽ ഇതിൽ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സഭയുടെ തീരുമാനപ്രകാരമല്ല KPCC-യിൽ പുനഃസംഘടന നടക്കുന്നത് അല്ലെങ്കിൽ ആളുകളെ നിശ്ചയിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് പറയുമ്പോൾ സഭ അതിനുള്ള മറുപടി നൽകുകയാണ്. സഭയുടെ വോട്ട് വേണ്ടെങ്കിൽ അക്കാര്യം പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. ഒരു വശത്ത് BJP ക്രൈസ്തവ വോട്ടുകൾ വാരുന്നതിന് വേണ്ടി ചാക്കുമായി നിൽക്കുന്നൊരു കാഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ LDF പല തരത്തിൽ ഇപ്പോൾ ജോസ് കെ മാണിയൊക്കെ ഉപയോഗിച്ച് മധ്യകേരളത്തിൽ നടത്തുന്ന ഒരു ഓപ്പറേഷനുണ്ട്. ആ തരത്തിൽ LDF ക്രൈസ്തവ മേഖലയെ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നു. അവിടെയാണ് ഈ ഒന്നിന് പിറകെ ഒന്നായി തലവേദനയായി UDF-ൽ ഇത്തരം വിഷയങ്ങൾ വരുന്നത്. പക്ഷേ ഇത് നീട്ടിക്കൊണ്ടു പോകുമെന്ന് തോന്നുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ സീനിയർ നേതാക്കൾ ഇടപെട്ട് ഒരുപക്ഷെ സഭാ നേതൃത്വവുമായി ചർച്ച നടത്തി ഈ പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, ശരി. വി വിനോദാണ് വിവരം.